പ്രിയപ്പെട്ടവരെ, അസീം വിളിയും കൂടാണ്. മാതാപിതാ ഗുരു ദൈവം നമ്മളൊക്കെ കേട്ടു മറന്ന വാക്കുകളാണ് അല്ലേ? എന്താണ് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? മാതാപിതാ ഗുരു ദൈവം. ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് മാതാവും പിതാവും ഗുരുവും ദൈവത്തിന് തുല്യമാണെന്നാണ്. തെറ്റാണ്. കാരണം ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച, അതിലെ ജീവജാലങ്ങളെയും നിർജീവജാലങ്ങളെയും സൃഷ്ടിച്ച ഒരേ ഒരു ദൈവം, ആ ദൈവം തുല്യനല്ല. ആ ദൈവത്തിന് തുല്യരായിട്ട് ആരുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അറിവാണെന്ന്. തിരിച്ചാണ് വരേണ്ടത്. ദൈവം അനുസരിക്കുക, മാതാവിനനുസരിക്കുക, പിതാവിനനുസരിക്കുക, ഗുരുനാഥനനുസരിക്കുക. ഇതാണ് ആ വാക്കിൻ്റെ യഥാർത്ഥമായ അർത്ഥം. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറഞ്ഞു. ഇതിൽ തെറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ UP സ്കൂളിൽ, ആനത്ത് UP സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ ISS പൊന്നാനി സ്കൂളിൽ പഠിച്ചു. പിന്നെ UP പഠിച്ചു. അന്ന് ഒരു 2 മാഷുണ്ടായിരുന്നു. കരുണാകര മാഷ്, റഷീദ് മാഷ്. ഈ കരുണാകര മാഷ് ക്ലാസ്സിൽ കണക്ക് പഠിക്കുന്ന ആ മാഷ് ക്ലാസ്സിൽ സൈലൻ്റാണ്. എത്ര കച്ചറ കാട്ടുന്ന കുട്ടികളും കരുണാകര മാഷ് വരുന്നുണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൈലൻ്റാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പേടിയായിരുന്നു. ആ ചൂരലിൻ്റെ അടി കിട്ടാത്ത ആരും UP സ്കൂളിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ റഷീദ് മാഷ് ശൈലി എന്ന് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്, ഒരു വടി പുറകെ വെച്ച് നടക്കും. ഇത് വേട, ഇങ്ങോട്ട് വേട, ഔലൂസുണ്ട് പഠിച്ചേ എന്ന് വെച്ചിട്ട് അടിക്കുന്ന റഷീദ് മാഷ്. ഈ റഷീദ് മാഷ്, കരുണാകര മാഷ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ മറന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അവിടെ ആ UP സ്കൂളിൽ പഠിച്ച, ആനത്ത് സ്കൂളിൽ പഠിച്ച ആരും മറക്കൂല. ഇന്ന് നോക്ക്, ഇന്നത്തെ തലമുറ, ഇന്നത്തെ കലാലയങ്ങളിൽ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് അധ്യാപകനെ പേടിയുണ്ടോ? ഏതെങ്കിലും വിദ്യാർത്ഥി മക്കൾക്ക് മാതാപിതാക്കളെ പേടിയുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മളുടെ സമൂഹം, ഇപ്പം അടുത്ത് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ട് അല്ലേ? നിരന്തരം ഞെട്ടിപ്പിക്കുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറു പൈതങ്ങൾ കൊല ചെയ്യുക. എവിടേക്കാണ് കാലഘട്ടത്തിൻ്റെ പോക്ക്? ഇനി ഇതിൻ്റെ പിന്നിൽ ലഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹരിയുടെ അളവ് ചെറുതാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി അതേ മദ്യം വെക്കുന്ന ഭരണകൂടം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു എന്ന് പറഞ്ഞ് സിഗരറ്റ് കമ്പനി ഭരിക്കുന്ന. ഞാനൊന്ന് ചോദിക്കട്ടെ, കള്ളു കുടിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു പിതാവ് മകനോട് ഉപദേശിക്കാൻ കഴിയോ? ചോദിച്ചാൽ പറയും, നിങ്ങളത് കൂടി നിർത്താൻ. ഇവിടെയാണ് പ്രവാചകൻ്റെ വാക്ക് പ്രസക്തമായത്. നിങ്ങൾ ഒരു കാര്യം ഉപദേശിക്കുമ്പോൾ ആ കാര്യം നിങ്ങളിൽ ഉണ്ടാവണമെന്നാണ്. ഞാൻ മദ്യപിക്കുമ്പോൾ എൻ്റെ മോനോട് നോക്കിയിട്ട് കള്ളു കുടിക്കണ്ട എന്നൊക്കെ പറയാൻ പറ്റില്ല. എവിടുന്നാണ് നമ്മൾ അനുകരിക്കുകയാണ്? ചെറിയ കുട്ടികൾ, പ്രസവിച്ച് വരുന്ന കുറച്ച് കുട്ടികൾ മൊബൈൽ മേലാണ്. 2 വയസ്സായ 3 വയസ്സായ കുട്ടികളെ മൊബൈൽ തോണ്ടി കളിക്കുകയാണ്, കളിക്കാൻ കൊടുക്കുകയാണ്. ഇത് വളർന്നു വന്നവർക്ക് അവർ അടിമപ്പെട്ട് മൊബൈൽ വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ വേണം, കാർട്ടൂൺ കാണണം. ചെറിയ കുട്ടികളടക്കം എവിടേക്കാണ് തലമുറയെ കൊണ്ടുപോകുന്നത്? ഞാൻ വെറുതെ പറഞ്ഞതല്ല. മക്കളെ വഷളാക്കിയത് നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മൾ മാതൃക കാണണം. നമ്മളെ കുട്ടികൾ നമ്മളെ കണ്ട് വളരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും അറിയില്ല എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന്, അല്ലെങ്കിൽ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്ന്. അങ്ങനെ ഒരു കാലം വന്നാൽ നിങ്ങൾ കരുതുക അന്ത്യനാൾ അടുത്തു എന്നുള്ളതാണ്. ഇവിടെ നാം അടിവരായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, എവിടെയാണ് ഫാൾട്ട് പറ്റിയത്? നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളടക്കമുള്ള രക്ഷിതാക്കളാണ് കാരണമെന്ന് ഞാൻ കുറച്ച് പറയുന്നു. കാരണം എന്താണെന്നറിയോ? പഴയ കാലത്തൊക്കെ സ്കൂൾ വിട്ട് വലിയ ചെറുപ്പത്തിലൊക്കെ വല്യമ്മ, മുത്തശ്ശി അവരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ. എവിടെ? ആ കുട്ടീനെ കാണുന്നില്ലല്ലോ, അത് എവിടെ, എന്താ നേരം വൈകി ബേജാറാവുന്ന വല്യമ്മമാരുണ്ടായിരുന്നു, മുത്തശ്ശിമാരുണ്ടായിരുന്നു. ഇന്നെവിടെ? വൃദ്ധസ്ഥാനത്തിലാണ് കൊണ്ടാക്കിക്കാണ്. സ്വന്തം ഉമ്മാനെയും ബാപ്പാനൊക്കെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കിക്കാണ്. അവരുടെ കണ്ണീര്, അവരുടെ ശാപം അതാണ്. മനസ്സിലായോ? ഒരു കാലത്തും എത്ര പണം ഉണ്ടാക്കിയാലും നിങ്ങൾ ഗതി പിടിക്കൂല. അവരുടെയൊക്കെ ശാപം വന്നിട്ടുണ്ടല്ലോ ഒരു തലമുറ. പഴയ കാലത്തൊക്കെ തറവാട്, എനിക്കൊക്കെ തറവാടുണ്ടായിരുന്നു. പഴയ കാലത്ത് പെരുന്നാളൊക്കെ വരുമ്പോൾ, കൂട്ടുകുടുംബങ്ങൾ വരുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ? ഇന്ന് തറവാട് ഭാർഗവീ നിലയമാണ് അല്ലേ?
ഇന്ന് അന്നൊക്കെ ചെറിയൊരു തറവാട് വലിയ കുടുംബങ്ങളായിരുന്നു, ഒരു വീട്ടിൽ സ്നേഹം സഹോദരത്തിൽ. ഇപ്പോൾ രണ്ടാൾ വലിയ വീട്, കുടുംബങ്ങൾ അകന്നു, സ്വന്തം മക്കൾക്കറിയില്ല, രക്തബന്ധങ്ങളുടെ വില അറിയില്ല. ഇന്ന് മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കാൻ ടൈമില്ല, ഒക്കെ സീരിയലിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെയാണ്. ഇതിങ്ങനെ തോണ്ടിക്കളിക്കുമ്പോൾ മകൻ അപ്പുറത്തെ റൂമിൽ അവൻ എന്താ ചെയ്ത് നോക്കണില്ല, മകൾ അപ്പുറത്ത് എന്താ ചെയ്ത് നോക്കണില്ല. സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ അധ്യാപകർ അവർക്ക് നോക്കിക്കോളും എന്നുള്ള ധാരണയിലേക്ക് മാതാപിതാക്കൾ ചിന്തിച്ചു തുടങ്ങി. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റഷീദ് മാഷ്, കരുണാകരൻ മാഷ്, അങ്ങനത്തെ അധ്യാപകരൊന്നും ഇല്ലാത്തതാണ് ഇന്ന് യുവാക്കൾ നശിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണം. നല്ല മാതാപിതാക്കളിൽ നിന്നാണ് നല്ല കുട്ടികളുണ്ടാകുന്നത്, നല്ല അധ്യാപകരിൽ നിന്നാണ് നല്ല വിദ്യാർത്ഥികളുണ്ടാകുന്നത്. ഈ നല്ല വിദ്യാർത്ഥികളും ഒക്കെ കൂടുന്ന സമൂഹം, ആ സമൂഹമാണ് നല്ല സംസ്കാരമായി മാറുന്നത്. ഇന്ന് പടുത്തൊരു സിനിമ കണ്ട്, മാർക്കോ എന്നുള്ള സിനിമ, ഉണ്ണി മുകുന്ദൻ്റെ ആ സിനിമ, ഹനീഫ് അദീന് സംവിധാനം ചെയ്ത പടത്തിൽ നിറയെ വയലൻസ് കുത്തി നിറച്ചിട്ടാണ്. 100 കോടി ക്ലബിൽ ആ പടം എത്തി. എന്തൊരു മെസ്സേജാണ് ആ പടത്തിലുള്ളത്. അക്രമാസക്തരായ ഒരു വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ യുവാക്കളോ ആ പടം കാണുന്നതിൽ ഏതെങ്കിലും അക്രമം നിർത്തോ, അവർക്കൊന്നും കൂടി ഒന്നും കൂടി പ്രോത്സാഹനം കിട്ടുകയാണ്. പോരാത്തിൽ ലഹരി പോലത്തെ മാഫിയകളുടെ അഴിഞ്ഞാട്ടം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തൊരു പോസ്റ്റ് കണ്ട്, അതിൻ്റെ നിർമ്മാതാവ് പറയണത് പെപ്പയെ വെച്ചിട്ട് ഒരു പടം വരാൻ പോകുന്നു, കൊടൂര വയലൻസ്. അപ്പോൾ അവർക്കെന്താണ് വേണ്ടത്? പണമാണ്. അതിവിടെ എന്ത് വന്നാലും എല്ലാ മേഖലയിലും പണം ഉണ്ടാക്കാൻ ഈ ധർമ്മം അധർമ്മം എന്ന് തിരിച്ചറിയുന്നോ അന്നേ മനുഷ്യർ നന്നാവും. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.